ചെറിയ മക്കളൊക്കെയുള്ള അമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരുപക്ഷെ കിച്ചൺ റിലേറ്റഡ് വർക്കുകൾ അല്ലെങ്കിൽ വീട്ടുപണികളൊക്കെ ചെയ്യുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ നമ്മുടെ കാലയിൽ ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്ന ഒരു ചലഞ്ചിങ് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. എനിക്കും ഇതൊരു ചലഞ്ച് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വരുത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് മാക്സിമം പണികൾ നമുക്ക് കുക്കിംഗ് ഒഴികെ നിലത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പണികൾ ഞാൻ നിലത്തിരുന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും കുഞ്ഞിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്താനും ആ ഒരു കണക്ഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ കുഞ്ഞിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുഞ്ഞിനെയും കൂടെ ചെയ്യിപ്പിച്ച് എൻഗേജ് ചെയ്യിക്കുകയാണെങ്കിൽ അവരവിടെ പ്രത്യേകിച്ച് വാശികളോ ടാൻട്രംസോ ഒന്നും കാണിക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാനിങ്ങനെ ഒരു കാര്യത്തിലേക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പണിയിലേക്ക് തിരിയുമ്പോഴേക്കും കുഞ്ഞിനെ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് വെക്കാനോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഫ്രീ ആയിട്ട് എനിക്ക് വെക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വിടുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലെല്ലാം കുഞ്ഞ് ആദ്യത്തെ 1-2 ദിവസം കരയും. ഇതേപോലെ തന്നെയാണ് ആദ്യം നമ്മളിതൊക്കെ ചെയ്യിക്കുമ്പോഴേക്കും കുഞ്ഞിതെല്ലാം ചിലപ്പം മെസ്ഡാക്കി ഇടാനും വലിച്ചു വാരി അങ്ങോട്ട് തട്ടാനും ഇങ്ങോട്ട് തട്ടാനൊക്കെ സാധ്യതയുണ്ടാവും. പക്ഷേ പോകെ പോകെ കുഞ്ഞുങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടും. നമ്മുടെ പണികൾ തീരാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ പണികൾ എളുപ്പത്തിൽ തീരാൻ വേണ്ടിയിട്ട് ഒരു ഫോണും കൊടുത്ത് അല്ലെങ്കിൽ ടി വിയുടെ മുന്നിലേക്ക് നമ്മൾ കുഞ്ഞിനെ ഇരുത്തുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ആയിരിക്കുന്ന ഒരുപാട് സ്കില്ലുകളുണ്ട്. അതുപോലെ അവരുടെ ബ്രെയിൻ എഫിഷ്യൻസി ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്താറുണ്ട്. പക്ഷേ ചില ചേഞ്ചസ് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അറിഞ്ഞു തന്നെ എടുക്കേണ്ടതാണ്. അതെല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെടുക്കുന്ന ചെറിയ എഫേർട്ട് മാത്രം മതിയാവും അതിന്.